വെജിറ്റബിൾ കറി ലവേഴ്സും ഗ്രീൻ പീസ് ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോന്നോളൂ. ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഗ്രീൻ പീസ് കുറുമ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് ഇന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു കുക്കറിലോട്ട് ഞാൻ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരക്കപ്പോളം ഗ്രീൻ പീസ്, ഒരു ക്യാരറ്റ്, ഒരു പൊട്ടാറ്റോ, ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, ഒരു ഏലക്കായും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട് നമ്മുടെ വെജീസ് കുക്കായി കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ എടുക്കണം. അതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കടുക്, ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു സവാള, ഒരു പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, പിന്നെ ഒരു തക്കാളി, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കോക്കനട്ട് പേസ്റ്റും കൂടി ഉണ്ടാക്കിയാൽ നമ്മൾ പണി കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 6-7 കാഷ്യൂ നട്ട്സും, ഒരു അരക്കപ്പോളം തേങ്ങ ചുരണ്ടിയതും, ഒരു പിടിയോളം മല്ലിയിലയും, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റാക്കി അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെജീസൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം, ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ നമ്മൾ പണി കഴിഞ്ഞു. പത്തിരിൻ്റെ ഒപ്പോ വെള്ളപ്പത്തിൻ്റെ ഒപ്പോ നല്ല ചൂട് പുട്ടിൻ്റെ ഒപ്പം ഒക്കെ നല്ല പെർഫെക്റ്റ് കോംബോ ആണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഒരു 10 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഇത്രയും കുറച്ച് സംഭവത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.